അപ്പോൾ 1,00,000 രൂപ അടച്ചിട്ടുണ്ടെങ്കിൽ അവർ ജപ്തി ഒഴിവാക്കി തരാൻ ഇവരെ അവസ്ഥയൊക്കെ കണ്ട് അങ്ങനെ ചെയ്തു തരാമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഞങ്ങളുടെ വീട് സ്ഥലം ഞങ്ങൾക്ക് ഒരിക്കലും നഷ്ടമായത്. ഞങ്ങൾക്ക് ആകെ 20 സെൻറ്റ് സ്ഥലം, ഒരു ചെറിയൊരു വീട്. ഈ വീടാണെങ്കിൽ ഫുള്ളും ചോരും. മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഈ കട്ടിലെല്ലാം ഇങ്ങോട്ടേക്ക് പറഞ്ഞോളൂ, കട്ടിലെല്ലാം ഇങ്ങോട്ടേക്ക് നീക്കിയിട്ടിട്ടാണ് ഞങ്ങൾ കിടക്കുന്നത്. ബക്കറ്റൊക്കെ എടുത്ത് വെക്കും. ഇപ്പം പിന്നെ ഞങ്ങൾ അതിൻ്റെ മുകളിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് ഇട്ടേക്കുവാണ്. ചോർന്നൊലിക്കുന്ന കാണാം ചുവരിലൂടെ അല്ലേ, പ്ലാസ്റ്റിക് ഇട്ടിരിക്കുകയാണ് അല്ലേ, എന്നിട്ടും ചോരുന്നുണ്ട്. ഇന്നലെ മെനിയാന്ന് മഴ പെയ്തപ്പോ ഞങ്ങളോട് ബക്കറ്റൊക്കെ പെറുക്കി വെച്ചേക്കുമായിരുന്നു ഞങ്ങള്. പക്ഷെ ഇവർക്ക് വയ്യാത്തതിനെ കൊണ്ട് ഇവർക്ക് ആവതുള്ള കാലത്ത് ഇങ്ങനെയൊന്നും കിടക്കൂല. ഇപ്പൊ ഇവര് ഈ കിടപ്പിലായതിനു ശേഷം ഞങ്ങള് എല്ലാം കൊണ്ടും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടും വേദനയാണ് ഞങ്ങൾ അനുഭവിക്കുന്നത്. ജീവിക്കാൻ പോലും തോന്നാത്ത അവസ്ഥയാണ് ചില സമയങ്ങളിൽ ജീവിതത്തിൽ. അപ്പോഴത്തേക്ക് എനിക്ക് സുഖമില്ലാതെയായിപ്പോയി. സുഖമില്ലാതെ കുറെ ദിവസങ്ങളായി, മാസങ്ങളായി. എനിക്ക് എവിടെയാ പരിക്ക് പറ്റിയത്? നട്ടലിനാണ് പരിക്ക് പറ്റല്ലേ? പരിക്ക് പറ്റിയത്. നട്ടലിന് കമ്പിയിട്ടേക്കുക. യൂറിനൊന്നും പോകൂല. ബാത്റൂമിൽ പോകണമെന്ന് യൂറിന് ട്യൂബ് ഇട്ടെങ്കിലും എടുക്കാം. ഈ ബാത്റൂമിൽ പോകാനൊക്കെ ഈ വയറിളക്കം പിടിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും മാനസികമായിട്ട് ഭയങ്കര തകർന്നു പോകും. കാരണം വെച്ചാൽ രാത്രി എല്ലാം ഇങ്ങനെ വയറ്റിൽ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഇങ്ങനെ അറിയുന്ന ആൾക്കാരാണ് നിയന്ത്രിക്കാതെ മാസ്റ്റർ. അല്ലെങ്കിൽ അതുപോലെ നീ എന്തിനാ എന്നെ നോക്കുന്നത്, നീ അതെങ്കിലും ഒരു ഉപകാരം ചെയ്ത് എന്നെ ഒന്ന് കൊന്നതാന്നൊക്കെ പറയും. ഇങ്ങനെ വയറിളക്കൊക്കെ പിടിക്കുമ്പോൾ. എൻ്റെ പേര് പാസ്റ്റർ സജി പള്ളിക്കുന്ന്. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് വയനാട് പടിഞ്ഞാറത്തറയിലെ നായ്മൂല എന്ന് പറയുന്ന സ്ഥലത്താണ്. അഥവാ പടിഞ്ഞാറത്തറയിൽ നിന്ന് 1.5 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ നായ്മൂല. പ്രിയമുള്ളവരെ, പ്രദീപന്റെ വീട്ടിലാണ് വന്നത്. 51 വയസ്സുള്ള പ്രദീപന്റെ വീട്ടിൽ. നമുക്ക് ആ സഹോദരനെന്ന് കാണാം. ഈ കുടുംബം അനുഭവിക്കുന്ന ദയനീയമായ സ്ഥിതി, വളരെ ദയനീയമായ സ്ഥിതി നമുക്കൊന്ന് കാണാം. പ്രിയമുള്ളവരെ, ഈ വീഡിയോയിലേക്ക് ക്ഷണിക്കുകയാണ്. വീഡിയോ ഒന്ന് കാണണേ. ഇവർ താമസിക്കുന്നത് പടിഞ്ഞാറത്തറ പഞ്ചായത്തിൽ 13ാമത്തെ വാർഡിലാണ്. നമുക്ക് ഈ വീഡിയോ ഒന്ന് കാണാമേ. ഈ സഹോദരൻ രാത്രിയിൽ ഉറക്കമില്ലാതെ അതിഭയങ്കരമായ വേദന എന്ന് പറഞ്ഞാൽ ഉറക്ക ഗുളിക കൊടുത്താൽ പോലും, ഡോക്ടർമാർ കൊടുത്തിരിക്കുന്ന ഉറക്ക ഗുളിക കൊടുത്താൽ പോലും ഉറങ്ങുന്നില്ല. അതുപോലുള്ള ഒരു സാഹചര്യം. അതുപോലെ തന്നെ ജപ്തി, വലിയ ഒരു ജപ്തി. അതിൻ്റെ നോട്ടീസ് അയച്ച് വല്ലാതെ പ്രയാസപ്പെടുന്നു. മാത്രമല്ല, ഈ സഹോദരന് ഉടനെ ഒരു ഓപ്പറേഷൻ ആവശ്യമാണ്. ആ കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് കേൾക്കാം. ഇതാണ് ഇപ്പോഴത്തെ ഈ സഹോദരൻ്റെ സ്ഥിതി എന്ന് പറയുന്നത്. എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്കൊന്ന് കേൾക്കാം കേട്ടോ. പ്രദീപിൻ്റെ വൈഫാണ്, പേര് ഷൈനി. എൻ്റെ പേര് ഷൈനിയാണ്. പ്രദീപിൻ്റെ വൈഫാണ് ഞാൻ. ഞങ്ങളുടെ സ്ഥലത്തിൻ്റെ ജപ്തിയെ പറ്റി പറയാനാണ്. ഞങ്ങൾ കുറച്ച് വർഷം മുന്നേ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തതാണ്. ആ ലോൺ അടയ്ക്കാൻ പറ്റാതെ ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിച്ച്, പിന്നെ കൊച്ചുങ്ങളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് എടുത്ത ലോണായിരുന്നു അത്. ചേട്ടായിക്ക് അതിൻ്റെ ഇടയ്ക്ക് ഒരു ബ്ലോക്കൊക്കെ വന്നു. അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ വന്നു. അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ വന്നിട്ട് ഒന്നും പൈസ അടയ്ക്കാൻ പറ്റാതെ ഞങ്ങൾ പ്രയാസപ്പെട്ട് പിന്നെ ഇപ്പോൾ ആണെങ്കിൽ അടയ്ക്കാനായിട്ട് ചേട്ടാണെങ്കിൽ കിടപ്പിലുമായിപ്പോയി. വീടിൻ്റെ മുകളിൽ നിന്ന് വീണ് നട്ടലിന് പൊട്ടുണ്ട്. യൂറിൻ പോകുന്നില്ല, ബാത്റൂമിൽ പോകണേ അറിയില്ല, ഒന്നും അറിയില്ല. അങ്ങനെ കിടക്കുവാണ്. വടി പിടിച്ച് ചെറുതായിട്ട് നടക്കും. പക്ഷേ ഇപ്പോൾ രാത്രി ഒരു 11 മണി രാത്രി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര കരച്ചിലെന്ന് വെച്ചാൽ ഭയങ്കര കരച്ചിൽ. വേദന കൊണ്ട് സഹിക്കാൻ പറ്റാത്ത കരച്ചിലാണ്. എന്നെ ഒന്ന് കൊന്നതാന്ന് പറഞ്ഞിട്ടാണ് രാത്രി എല്ലാം കരയുന്ന കിടന്നിട്ട്. എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയുന്നില്ല. യൂറിന് വേണ്ടിയിട്ട് അവർ പറഞ്ഞേക്കുന്ന ഒരു ഞാനും റിസോർട്ടിൽ പണിക്ക് പോയിക്കൊണ്ടിരുന്നു. അവിടുന്ന് ഞാൻ വീണ് എൻ്റെ കാലിൻ്റെ എല്ലാം പൊട്ടി ഞാനും ഒരു വർഷത്തോളം കിടപ്പിലായിപ്പോയി. അങ്ങനെ ഞങ്ങൾക്ക് ലോൺ അടിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. പിന്നെ 3 വർഷം എൻ്റെ മോളെ പഠിപ്പിച്ചത് അവിടുത്തെ ഹെഡ് മാസ്റ്ററാണ് മോളെ പഠിപ്പിച്ചത്. 3 വർഷം ഡിഗ്രി പഠിപ്പിച്ചത് അവിടുത്തെ മാഷായിരുന്നു പഠിപ്പിച്ചത്. പിന്നെ ഞങ്ങൾക്ക് ഇങ്ങോട്ട് അടയ്ക്കാൻ പറ്റാത്ത ഒത്തിരി ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന് കുറച്ചൊക്കെ പൈസ ഞങ്ങൾ അടച്ച്.
അപ്പോൾ അവർക്ക് ലോൺ അടയ്ക്കാൻ പറ്റാത്ത പ്രയാസം, അവർക്ക് അറ്റാക്ക് വന്ന് പിന്നെ ഞങ്ങൾക്ക് ലോൺ അടയ്ക്കാൻ അവർക്കെന്ന് പറയുന്നത് ചേട്ടായിക്ക് ലോൺ അടയ്ക്കാൻ പറ്റാതെ ആയിപ്പോയി. പിന്നെ കുറേ ബുദ്ധിമുട്ടുകളായി, പ്രയാസങ്ങളൊക്കെ ആയിപ്പോയി. അതുകൊണ്ട് ഞങ്ങൾക്ക് അടയ്ക്കാൻ പറ്റിയില്ല. പിന്നെ ഇപ്പോഴാണ് അവർ ജപ്തി നോട്ടീസ് അയക്കുന്നത്. ജപ്തി നോട്ടീസ് അയച്ച് ബാങ്കിൽ പൈസ ഇത്ര ദിവസത്തിന് മുന്നേ അടയ്ക്കണം എന്ന് പറഞ്ഞ് പിന്നെ ഞാൻ പോയി ബാങ്കിൽ പോയി ഇവരുടെ കാര്യങ്ങളെല്ലാം ഞങ്ങൾ പോയി സംസാരിച്ചപ്പോൾ സാറ് പറഞ്ഞ് അദാലത്തിന് വെക്കാന്ന് പറഞ്ഞു. അങ്ങനെ അദാലത്തിന് വെച്ച് എടുത്ത പൈസ അടയ്ക്കാനാണ് അവർ പറയുന്നത്. എടുത്ത പൈസ അടയ്ക്കാൻ ഞങ്ങൾക്ക് ഒരു ഭാഗമില്ല. ഇവർക്ക് തന്നെ മരുന്നിന് തന്നെ മാസത്തിൽ മേപ്പാടിയാണ് കാണിക്കുന്നത്. 10,000-10,000 രൂപേൻ്റെ മുകളിൽ എന്തായാലും പോകും മരുന്ന് മേടിക്കണമെങ്കിലൊക്കെ. അതിനുള്ള പാവം ഞങ്ങൾക്ക് ഇപ്പം ഇല്ല. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് മരുന്നൊന്നും മേടിക്കാതെ മുടങ്ങിയിരിക്കുമായിരുന്നു ഞങ്ങൾ. ഒത്തിരി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. ഇവർക്കാണെങ്കിൽ യൂറിൻ പോകുന്നത് അറിയില്ല, ബാത്റൂമിൽ പോകണമെന്നും അറിയില്ല. വയറിളക്കമൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പാമ്പേഴ്സൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇവർ വയറ്റിൽ നിന്ന് പോവുകയൊക്കെ ചെയ്യുന്നത്. അതുപോലെ 11 മണി രാത്രിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ വേദനയായിട്ട് ഭയങ്കര ഭാരപ്പെടുന്ന അവസ്ഥയാണ്. ഒരു കാലിട്ട് അടിക്കലും എന്നെ കൊന്നതാന്ന് പറഞ്ഞ് ഇവർ ഇവിടെ കിടന്ന് കരയോ എടുക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ മാനസികമായിട്ട് ഒത്തിരി വിഷമത്തിലാണ് ഇപ്പം ഞങ്ങൾ അനുഭവിക്കുന്നത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു യൂറിൻ്റെ കാര്യങ്ങൾ നമുക്ക് എന്തെങ്കിലും ചെയ്യാം, നമുക്ക് ഒരു ഓപ്പറേഷൻ ചെയ്യാം, നമുക്ക് യൂറിന് ഞരമ്പ് ചതഞ്ഞ ഭാഗം മുറിച്ചിട്ട് അവർ മാറ്റിയിടാമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അതിന് 2 ലക്ഷം രൂപ എന്തായാലും ആകും അതിന് ചിലവ്. അതിനുള്ള സാമ്പത്തികമൊന്നും ഞങ്ങൾക്കില്ല. ഞങ്ങൾ എന്ത് ചെയ്യണമെന്നൊന്നും ഞങ്ങൾക്ക് അറിയുന്നില്ല. ഞങ്ങൾക്ക് പിന്നെ ഏക വരുമാനം മോനാണ്. അവന് എപ്പോഴെങ്കിലുമൊക്കെ കിട്ടുന്ന പണിക്കാണ് അവൻ പോകണത്. അവന് അതും കൊണ്ട് ഞങ്ങളുടെ ചിലവും കഴിയണം. ഞങ്ങൾക്ക് പിന്നെ ഇവരെ മരുന്ന് മേടിക്കണം. പ്രിയമുള്ളവരെ, ഈ ലോണ് ഇപ്പോൾ ബാങ്ക് അടയ്ക്കാൻ പറഞ്ഞിരുന്നത് 3 ലക്ഷം രൂപയാണ്. 2,91,779 രൂപ. പക്ഷെ ഇവിടെ സാഹചര്യങ്ങളൊക്കെ കണ്ടിട്ടിപ്പോൾ ഇവർക്ക് 1.5 ലക്ഷം രൂപ അടച്ചാൽ മതിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ അടച്ചാൽ 1.5 ലക്ഷം രൂപ അടച്ചാൽ ഇപ്പോൾ ഈ ജപ്തിയിൽ നിന്ന് അവർക്ക് ഒഴിവാകാൻ പറ്റും. അപ്പോൾ 1.5 ലക്ഷം രൂപ അടച്ചിട്ടുണ്ടെങ്കിൽ അവർ ജപ്തി ഒഴിവാക്കി തരാൻ ഇവരുടെ അവസ്ഥയൊക്കെ കണ്ട് അങ്ങനെ ചെയ്തു തരാമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഞങ്ങളുടെ വീട് സ്ഥലം ഞങ്ങൾക്ക് ഒരിക്കലും നഷ്ടമായത്. ഞങ്ങൾക്ക് ആകെ 20 സെൻറ്റ് സ്ഥലം, ഒരു ചെറിയൊരു വീട്. ഈ വീടാണെങ്കിൽ ഫുള്ളും ചോരും. മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഈ കട്ടിലെല്ലാം ഇങ്ങോട്ടേക്ക് പറഞ്ഞോളൂ, കട്ടിലെല്ലാം ഇങ്ങോട്ടേക്ക് നീക്കിയിട്ടിട്ടാണ് ഞങ്ങൾ കിടക്കുന്നത്. ബക്കറ്റൊക്കെ എടുത്ത് വെക്കും. ഇപ്പം പിന്നെ ഞങ്ങൾ അതിൻ്റെ മുകളിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് ഇട്ടേക്കുവാണ്. ചോർന്നൊലിക്കുന്ന കാണാൻ ചുവരിലൂടെ അല്ലേ, പ്ലാസ്റ്റിക് ഇട്ടിരിക്കുകയാണ് അല്ലേ, എന്നിട്ടും ചോരുന്നുണ്ട്. ഇന്നലെയൊക്കെ മെനങ്ങാതെ മഴ പെയ്തപ്പോൾ ഞങ്ങളോട് ബക്കറ്റൊക്കെ പെറുക്കി വെച്ചേക്കുമായിരുന്നു ഞങ്ങൾ. പക്ഷെ ഇവർക്ക് വയ്യാത്തതിനെ കൊണ്ട് ഇവർക്ക് ആവതുള്ള കാലത്ത് ഇങ്ങനെയൊന്നും കിടക്കില്ല. ഇപ്പം ഇവർ ഈ കിടപ്പിലായതിന് ശേഷം ഞങ്ങൾ എല്ലാം കൊണ്ടും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടും വേദനയാണ് ഞങ്ങൾ അനുഭവിക്കുന്നത്. ജീവിക്കാൻ പോലും തോന്നാത്ത അവസ്ഥയാണ് ചില സമയങ്ങളിൽ ജീവിതത്തിൽ. അപ്പോഴത്തേക്ക് എനിക്ക് സുഖമില്ലാതെയായിപ്പോയി. സുഖമില്ലാതെ കുറേ ദിവസങ്ങളായി, മാസങ്ങളായി എനിക്ക് വേദനയും കൈ അടച്ചതൊക്കെ ആയിട്ട്. കാലിലൊരു മുറിവുണ്ട്, വലിയൊരു മുറിവാണുള്ളത്. ഉള്ളിലേക്ക് ഒരു ഞാൻ നോക്കട്ടെ. ഈ മുറിവാണോ? കാലിന്റെ അടിയിലേക്കാ. ഫോണിലെടുത്ത് വെച്ചിട്ടുണ്ട് ഞാന് അതിന്റെ ഫോട്ടോ. എന്നിട്ട് അത് ഞങ്ങൾ ഒരു മാസത്തോളം ഞങ്ങൾ ഹോസ്പിറ്റലിലായിരുന്നു. പിന്നെ അന്നേരം കുറച്ച് കുറഞ്ഞു വന്നു. പക്ഷേ ഈ ഷുഗർ കൂടുകയും കുറയുകയും ചെയ്യുന്നതിനെ കൊണ്ട് അതിപ്പോൾ പിന്നെയായിട്ട് ഞങ്ങൾ ഇന്നലെ കൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ് പോയിട്ട് ആൻറ്റിബയോട്ടിക് എടുക്കുന്നതായിരിക്കും നല്ല, അല്ലെങ്കിൽ ഇത് ഉണങ്ങാൻ സാധ്യത കുറവാന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇവർ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കണം എന്ന് ഓർത്തിട്ടാണ് ഇരിക്കുന്നത്. ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അഡ്മിറ്റ് ചെയ്യുന്ന ഇവർക്ക് അങ്ങനെ ചെയ്യണം. ഇവരിടയ്ക്കിടയ്ക്ക് കൊണ്ടുപോയിട്ട് അഡ്മിറ്റ് ആക്കുന്ന ഈ കാലിൻ്റെ വിഷയത്തിന് വേണ്ടിയിട്ട്. പിന്നെ സോഡിയം കുറഞ്ഞു പോകും. പിന്നെ ബ്ലഡ് ഇല്ലാതെ ഇന്നൊക്കെ ബ്ലഡ് കയറ്റി വരുന്നത് ബ്ലഡ് ഇല്ലാതിട്ട്. അതിന് ഭക്ഷണം അങ്ങനെ കഴിക്കൂല. എല്ലാ ഭക്ഷണം കഴിക്കുമ്പോൾ വയറ്റിൽ നിന്ന് ഇങ്ങനെ പോകുന്നതിനെ കൊണ്ട് നമ്മൾ കഴിക്കുന്ന പോലത്തെ എല്ലാ ഭക്ഷണമൊന്നും അവർ കഴിക്കൂല്ല, വയറിളകുന്നതിനെ കൊണ്ട്. അപ്പം അങ്ങനെ കർത്താവ് എല്ലാം മാറ്റും. നമുക്ക് തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം കേട്ടോ. പ്രിയമുള്ളവരെ, നമുക്ക് മാക്സിമം ഈ കുടുംബത്തെ സഹായിക്കണം, ഈ കുടുംബത്തിനോട് പ്രാർത്ഥിക്കണം. നമുക്ക് ഈ കുടുംബത്തിൻ്റെ കണ്ണുനീരൊപ്പാൻ. ഈ കുടുംബത്തിൻ്റെ വലിയൊരു ആശ്രയമായിരുന്നു ഈ സഹോദരൻ. ഇപ്പോൾ ഈ പ്രയാസത്തിലായതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ കിടക്കുകയാണ്. നമുക്കറിയാം, ഒരു കുടുംബത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നായകൻ വീണുപോയാൽ
ആ കുടുംബം അനുഭവിക്കുന്ന മാനസിക ശാരീരിക പ്രയാസങ്ങൾ, സാമ്പത്തിക പ്രയാസങ്ങളൊക്കെ നമുക്കറിയാവുന്ന ഒന്നാണ്. ദയവായിട്ട് നമുക്ക് ഈ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം. എനിക്ക് പെട്ടെന്നൊരു സുഖമില്ലാതെ കുറച്ച് മാസങ്ങളായി എനിക്ക് ബ്രസ്റ്റിന് രണ്ട് ഭയങ്കര വേദന, നീരുമൊക്കെ ആയിരുന്നു. അങ്ങനെ സ്കാനിങ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അങ്ങനെ സ്കാനിങ് ചെയ്തപ്പോൾ പിന്നെ സ്കാനിങ് ചെയ്യാൻ എനിക്ക് പൈസ ഒന്നും ഇല്ലാതെ ഞാൻ ചേട്ടനോട് പറഞ്ഞു എന്താ ചെയ്യുക, സ്കാനിങ് ചെയ്യാൻ നല്ല പൈസ വേണമല്ലോ, എന്ത് ചെയ്യുന്നു ഓർത്ത് ഞാനിങ്ങനെ പാസ്റ്റർ വിളിച്ചിട്ട് ഞാനിങ്ങനെ പറഞ്ഞു, പാസ്റ്റർ സജി പള്ളിക്കുന്നതിൻ്റെ പാസ്റ്റർ സജി പാസ്റ്റർ വിളിച്ചപ്പോൾ പാസ്റ്റർ ഞാനിങ്ങനെ കരഞ്ഞിങ്ങനെ പറയാൻ നോക്കണേ, പാസ്റ്റർ എനിക്ക് ഇവർക്ക് മരുന്നും മേടിക്കണം, എനിക്ക് സ്കാനിങ്ങും ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ പാസ്റ്റർ ഒരു ആൻറ്റീനോട് പറഞ്ഞിട്ട് ആൻറ്റി എനിക്ക് പൈസ ഇട്ട് തരുമെന്നൊക്കെ വേണ്ടി എനിക്ക് 22,000 രൂപ ആൻറ്റി ഇട്ട് തന്ന്. ഇനിയിപ്പോൾ ഒരു സ്കാനിങ്ങും കൂടി ചെയ്യണം, ഇവിടുന്ന് അങ്ങോട്ട് മുകളിലേക്കുള്ള ബ്രസ്റ്റിൻ്റെ മുകളിൽ നിന്ന് അങ്ങോട്ടുള്ള സ്കാനിങ് 15 ദിവസത്തെ മരുന്നിന് എഴുതിയിട്ടുണ്ട്. അത് കഴിച്ച് കഴിഞ്ഞിട്ട് ആ സ്കാനിങ് കൂടി ചെയ്യണം എന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. പ്രിയമുള്ളവർ, അത്ര ഒരു ദയനീയമായ ഒരു സ്ഥിതിയാണ്. കാരണം അന്ന് അവർ വിളിച്ച് കരഞ്ഞ് അവരുടെ പ്രയാസങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആശുപത്രി പോകാനും പൈസയില്ല, അതിഭയങ്കരമായ വേദനയാൽ പ്രയാസപ്പെടുന്ന സാഹചര്യത്തിലാണ് നമ്മൾ അന്ന് ഒരു ആൻറ്റിയെ അറിയിക്കുകയും അങ്ങനെ ആൻറ്റി സഹായിക്കുകയും ചെയ്തത്. അത്ര പ്രയാസപ്പെട്ടാണ് ഈ കുടുംബം ആയിരിക്കുന്നത്. നമ്മൾക്ക് ഇനി എന്തെങ്കിലും നമ്മളാൽ കഴിയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും നമ്മൾ ചെയ്തെങ്കിൽ മാത്രമേ ഇനി ഈ കുടുംബത്തിൻ്റെ സാഹചര്യങ്ങൾക്ക് വ്യത്യാസം വരികയുള്ളൂ. ഈ സഹോദരൻ എഴുന്നേറ്റ് പതുക്കെ നടക്കുകയുള്ളൂ. ഫുൾ ടൈം കിടപ്പ് തന്നെയാണ്. എഴുന്നേറ്റ് നടക്കുന്ന വടി ഇടിച്ച് നടക്കും അല്ലേ? എങ്ങനെ നടക്കുന്നത്? വടി പിടിച്ചിട്ട് നടക്കും. പകല് പിന്നെ വലിയ കുഴപ്പം വേദന ഒന്നുമില്ല. എവിടെയാ പരിക്ക് പറ്റിയത്? നട്ടലിനാണ് പരിക്ക് പറ്റല്ലേ? പരിക്ക് പറ്റിയത്. നട്ടലിന് കമ്പിയിട്ട് വെക്കുക. ഓക്കെ. യൂറിനൊന്നും പോകൂല, ബാത്റൂമിൽ പോകണമെന്ന്. യൂറിന് ട്യൂബ് ഇട്ടെങ്കിലും എടുക്കാം. ഈ ബാത്റൂമിൽ പോകാനൊക്കെ ഈ വയറിളക്കം പിടിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും മാനസികമായിട്ട് ഭയങ്കര തകർന്നു പോകും. കാരണം വെച്ചാൽ രാത്രി എല്ലാം ഇങ്ങനെ വയറ്റിൽ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഇങ്ങനെ അറിയുന്ന ആൾക്കാരാണ് നിയന്ത്രിക്കാതെ പാസ്റ്റർ. അല്ലെങ്കിൽ അതുപോലെ നീ എന്തിനാ എന്നെ നോക്കുന്നത്, നീ അതെങ്കിലും ഒരു ഉപകാരം ചെയ്ത് എന്നെ ഒന്ന് കൊന്നതെന്നൊക്കെ പറയും. ഇങ്ങനെ വയറിളക്കൊക്കെ പിടിക്കുമ്പോൾ. ഏത് ബാങ്കിലെ അക്കൗണ്ടൊക്കെ ഉള്ളത്? കനറ ബാങ്കിൽ. ആരുടെ പേരില്ല? പേര് തന്നെ. പേരെങ്ങനെ കിടക്കുന്നേ? ഷൈനി. മുഴുവൻ പേര്? ഷൈനി തന്നെ. ഓക്കെ. പിന്നെ ബ്രാഞ്ച് ഏത് ബ്രാഞ്ചാ? പടിഞ്ഞാറത്തറ ബ്രാഞ്ച് അല്ലേ? പ്രിയമുള്ളവരെ, ഈ സഹോദരൻ്റെ കിടപ്പ് നമ്മൾ കണ്ടില്ലേ. ഇപ്പോൾ ഉടനെ ഒരു ഓപ്പറേഷൻ ചെയ്യണം. അതിന് 2.5 ലക്ഷം രൂപ വേണം. ജപ്തി 3 ലക്ഷം രൂപയോളമാണ്. പക്ഷെ 1.5 ലക്ഷം രൂപ കൊടുത്താൽ അവരിപ്പോൾ ഒഴിവാക്കി കൊടുക്കും. അവർ അത് ആ ബാങ്ക് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എവിടെ അവസ്ഥയെ കണ്ടിട്ട് നമുക്ക് എങ്ങനെയും അവരെ ഒന്ന് സഹായിക്കണം. 2 പെൺമക്കളാണ്. 2 പെൺകുഞ്ഞുങ്ങളെയും പോകാൻ കഴിച്ച് അയച്ചു. പിന്നെ 24 വയസ്സുള്ളൊരു മോനാണ്. 22 വയസ്സുള്ളൊരു മോനാണ്. അവനെ സംബന്ധിച്ചിടത്തോളം അവന് കഴിവുള്ളിടത്തോളം ഈ ഭവനത്തിൻ്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി ഇടയ്ക്ക് പെയിൻറ്റിങ് വർക്കിനൊക്കെ പോകുന്നുണ്ട്. പക്ഷേ എന്നാൽ ആ പൈസ കൊണ്ടൊന്നും ഈ കുടുംബത്തിൻ്റെ കഷ്ടത മാറില്ല പ്രിയമുള്ളവരെ. അത് എല്ലാ ദിവസവും അവന് പണിയില്ല. നമുക്ക് ഈ കുടുംബത്തെ സഹായിക്കണം. ഈ കുടുംബത്തിൻ്റെ അക്കൗണ്ടിൽ മാത്രം പൈസ അയച്ചാൽ മതി, വേറൊരു അക്കൗണ്ടിൽ പൈസ അയക്കണ്ട. അതായത് ഷൈനി ഗൂഗിൾ പേ ഉണ്ടോ? ഗൂഗിൾ പേ ആരുടെ പേരില്ല? ഷൈനിയുടെ പേരിൽ തന്നെ. ഓക്കെ. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഗൂഗിളിൻ്റെ നിയമം അനുസരിച്ച്, ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് നേരത്തെ ഉണ്ട് എങ്കിലും നമുക്കൊരു കാരണവശാൽ നമുക്ക് ഈ അക്കൗണ്ട് നമ്പർ ഒന്നും നേരിട്ട് ഇപ്പോൾ കൊടുക്കാൻ പറ്റില്ല. കൊടുത്തു കഴിഞ്ഞാൽ അവർ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളയും. അങ്ങനെ ഇപ്പോൾ എനിക്ക് അടുത്തടുത്ത സംഭവിച്ചു. ആൾക്കാരെ പൈസ അയക്കാൻ നോക്കുമ്പോൾ വീഡിയോ ഉണ്ടാവില്ല. അതുകൊണ്ട് അക്കൗണ്ട് നമ്പർ ചേർക്കുന്നില്ല. ഞങ്ങളെ ബന്ധപ്പെടുവാനുള്ള ഞങ്ങളുടെ ഫോൺ നമ്പർ ഞങ്ങളിവിടെ ചേർക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് വിളിച്ച് അന്വേഷിക്കാം. അല്ലെങ്കിൽ വാട്സാപ്പിലൊരു മെസ്സേജ് അയച്ചാൽ മതി. തീർച്ചയായിട്ടും ഈ ഷൈനിയുടെ അക്കൗണ്ടിൽ മാത്രം പൈസ അയച്ചാൽ മതി. ഷൈനിയുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ്, ഈ വീടിൻ്റെ അഡ്രസ്സ്, നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീട്ടിലൊന്ന് വരാൻ സാഹചര്യം ഉണ്ടെങ്കിൽ ഈ വീട്ടിൽ വന്നൊന്ന് പ്രാർത്ഥിച്ചാൽ നല്ലതാണ്. ഇവരുടെ സാഹചര്യങ്ങളൊക്കെ കാണുകയും ഒരു വാക്ക് പ്രാർത്ഥിക്കുകയും ചെയ്താൽ ഈ കുടുംബത്തിന് ആശ്വാസമാണ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.
കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ.